നമസ്കാരം. മലയാളി വാർത്തയിൽ എല്ലാ പ്രേക്ഷകർക്കും ജോയ് എന്നൊരു യുവാവ് രാമേശ്വരത്തോട്ടിൽ മരിച്ചിട്ട് 1 മാസം തികയാണ്. അന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടിൽ ഇനി മാലിന്യങ്ങൾ ഒന്നും വരികയാണെന്നും ഈ തോട് മൊത്തം ക്ലീനായി വൃത്തിയായി നടത്തും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പല പ്രാവശ്യം മലയാളി വാർത്ത വന്നപ്പോൾ എല്ലാം ഇവിടെ ഒരു മാലിന്യങ്ങൾ പോലും കാണാനില്ല. പക്ഷേ ഇന്ന് മലയാളി വാർത്ത സംഘം ഈ വഴി പോയപ്പോൾ കണ്ട് ഒരു ഭയാനകമായ കാഴ്ച നിങ്ങൾ കാണിച്ചത് ഈ കാണുന്ന തോടിന് ഇതിൻ്റെ വെയിറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ ഇവിടെ കിടക്കുകയാണ്. അത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ വാക്ക് പഴയ ചാക്ക് പോലെ ആയി എന്നാണ് പറയുന്നത്. തേച്ചും ഒരു വൃത്തിഹീനമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ മലയാളി വാർത്തയിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ശ്രീ പി രാജേന്ദ്രൻ നായർ, ഈ ആമേഴ്ച്ചൻ തോടിൽ മാലിന്യ നില മാറിയതാണ്, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്താണ് മേയർ ആര്യ രാജേന്ദ്രൻ നേതൃത്വത്തിൽ. പക്ഷെ ഇന്ന് രാവിലെ മുതൽ വീണ്ടും ഈ തോടിൽ മാലിന്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, തോട്ട് തമ്പാനൊരു ഭാഗത്ത് നിന്ന് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ നമ്മുടെ വാർഡിന്റെ CL സർക്കിളിലെ HI JHIമാര് കണ്ടിജൻസി ജീവനക്കാർ എല്ലാം ഒന്ന് രാവിലെ എന്നെ വിളിച്ച് കാണിച്ചത് കൗൺസിലർ ഇതൊരു വലിയ കഷ്ടമാണ്. ഇന്നലെ വരെ നമ്മൾ വളരെ ക്ലീൻ ചെയ്തു. ഈ വിഷയം വന്നതിന് ശേഷം അതിന് പത്രത്തിൽ ഫോട്ടോ വരെ വന്നതാണ്. ക്ലീനായി കിടക്കുന്നു. ഇപ്പോഴത്തെ ആമയിഞ്ചാൻ തോടും മുമ്പിടുന്ന ആമയിഞ്ചാൻ തോടിന്റെ 2 ഫോട്ടോയും വന്നതാണ്. ഇന്ന് കണ്ടോ വീണ്ടും തമ്പാനിന്റെ ഭാഗത്തു നിന്നാണ് കത്തറിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ വിഷമമായിട്ടൊക്കെ പറഞ്ഞ് ഞാൻ പോയി നോക്കി. കണ്ടിജൻസി ജീവനക്കാരെ കൊണ്ട് കുറേയൊക്കെ വാരി, എന്നാലും വീണ്ടും ഓരോ സ്റ്റെപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ മന്ത്രിയുടെ മീറ്റിംഗിൽ പ്രത്യേകം പറഞ്ഞതാണ്, ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ വരുന്ന സ്ഥലത്ത് അപ്പോൾ തമ്പാൻ്റെ അവിടെ തടഞ്ഞു നിർത്തണം. അവിടെ അതിനുള്ളൊരു ഫെൻസിങ് അടിക്കണം തോട്ടിന് കുറുക്കെ. അപ്പോൾ തമ്പാനാണ് CL ദേശത്തുള്ളതാണെങ്കിൽ CL ദേശത്ത് ഫെൻസിങ് അടിക്കണം. അങ്ങനെ അടിച്ചു നിർത്തി ഇത് വാരാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതിന്റെ തീരുമാനങ്ങളൊന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയില്ല. അല്ലെ, അന്ന് ഈ തോടിൽ ഈ മാലിന്യങ്ങൾ വരൂല എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഉറപ്പ് നൽകിയത്. അതെ, ഇപ്പൊ ഈ തമ്പാനൂരിന് റെയിൽവേ സ്റ്റേഷൻ മാലിന്യങ്ങളാണോ ഇത് പറഞ്ഞത്? അല്ലല്ല, റെയിൽവേക്ക് അപ്പുറത്താണ് വരുന്നത്. തമ്പാനൂർ ആ ഭാഗത്താണ് വരുന്നത്. റെയിൽവേക്ക് അകത്ത് നമ്മൾ അന്ന് നോക്കിയതാണ്. അതിനകത്ത് ഈ മാലിന്യം ഇല്ല. അവിടെ ഒരു 147 മീറ്റർ എന്തോ ഉള്ള ദൂരത്തിൽ ചെറിയ കനാല് പോലെ സ്ലാബ് ഇട്ട് മൂടിയിട്ടുണ്ട്. അവിടെ അങ്ങനെ വരാറില്ല. തമ്പാനൂര് റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്ത് അങ്ങ് അറ്റം ആട്ടോ സ്റ്റാൻഡിന്റെ അവിടെ ഫെൻസിങ് അടിച്ചിട്ടുണ്ട്. അവിടെ തടഞ്ഞു നിൽക്കും. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വീണ്ടും ചാടി വരണം. ഇതിനി വീണ്ടും പഴയതുപോലെ ആകും എന്നൊരു പേടി താങ്കൾക്കുണ്ടോ? താങ്കൾ ഈ കൗൺസിലറുടെ വാർഡ് കൗൺസിലറാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ കാരണം ഇത് അനുഭവസ്ഥനാണ്. ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വരുന്നവനാണ്. ഞാനത് പലപ്പോഴും പറയാറുമുണ്ട് ഇതിന്റെ അപകടാവസ്ഥ. ഓക്കെ, നന്ദി ശ്രീ രാജേന്ദ്രൻ.